ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ചിക്കനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തിരുമ്മി വെച്ചതാണിത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, വലിയ ഉള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി, തക്കാളി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചുമന്നുമുളക് വറുത്തെടുത്തത്, ഇത് അരയ്ക്കണം, തേങ്ങാപ്പാൽ. ഇതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ ഇത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇതിലിട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാലയും വറുത്ത് അരച്ച് വെച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് അരച്ചതും ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും തക്കാളിയും കൂടി ചിക്കൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് ഈ തേങ്ങാപ്പാലിലിരുന്ന് നന്നായിട്ട് വെന്ത് വറ്റണം. നമുക്ക് ഇതിലേക്ക് ശകലം ഒരു ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുറവുണ്ട്. ചിക്കന് നമ്മൾ ആദ്യം ഇട്ടത് കൊണ്ട് ഞാൻ അധികം ഇട്ടില്ലായിരുന്നു. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ കണ്ട എണ്ണയെല്ലാം തെളിഞ്ഞു. തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചതല്ലേ, അപ്പോൾ എണ്ണ തെളിയണം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കി നമുക്ക് അടച്ച് തീ ഓഫ് ചെയ്ത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.